എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച്ഡ് നൈറ്റിയുടെ ആണ്. കുറച്ചധികം നാളായിട്ട് നമ്മൾ ഈ ഒരു ഐറ്റം ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഒരുപാട് പേര് നമ്മളിത് ചോദിക്കുന്നുണ്ടായിരുന്നു, നൈറ്റീസ് ഉണ്ടോ? പഴയ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഇടയ്ക്ക് മെസ്സേജ് വരും, നൈറ്റീസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ നൈറ്റീസ് അങ്ങനെ ഒരുപാട് സീരിയസ് ആയിട്ട് ചെയ്യുന്നില്ലായിരുന്നു. നമ്മളത് ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രം കുറച്ച് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 4-5 പേര് മാത്രമായിട്ട് എടുക്കണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇപ്പം കുറച്ച് അധികം എൻക്വയറി വരാൻ തുടങ്ങിയപ്പോൾ നമ്മളത് ചെയ്യാമെന്ന് വീണ്ടും തീരുമാനിച്ചു. അപ്പോൾ ഇനി മുതൽ റെഗുലറായിട്ട് നമ്മുടെ അടുത്ത് നൈറ്റീസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഹാഫ് സ്ലീവ് നൈറ്റീസും 3/4 സ്ലീവ് നൈറ്റീസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹാഫ് സ്ലീവിൽ ചുരിദാർ കട്ട് മോഡലിൽ വരുന്നൊരു നൈറ്റി ഉണ്ടോ. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നൊരു മോഡലാണ്. അപ്പോൾ വീണ്ടും ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം ഹിറ്റായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഈ ഒരു മോഡലിൽ തന്നെ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണിക്കുന്ന ഐറ്റംസിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 185 രൂപയാണ്. GST എല്ലാം ചേർത്തിട്ടുള്ള റേറ്റാണ് ആ പറഞ്ഞത്. പ്ലസ് GST ഒന്നുമില്ല, എല്ലാം ഉൾപ്പെടെയുള്ള വിലയാണ് നമ്മൾ ആ പറഞ്ഞത് കേട്ടോ. 185 രൂപ. അപ്പോൾ ഇതിനകത്ത് തന്നെ 2-3 മോഡലുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു മോഡൽ മിന്നിട്ടെന്ന് നമ്മുടെ ഇവിടെയൊക്കെ ഈ മോഡലിന് പറഞ്ഞ പേരാണ്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇനി നൈറ്റി കട്ട് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഹാഫ് സ്ലീവായിട്ട് വരുന്ന എല്ലാ ഐറ്റംസിനും, അതായത് ചുരിദാർ കട്ടിൽ തന്നെ 1-2 മോഡലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അടുത്ത് തന്നെ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ 2-3 മോഡലുകളുണ്ട്. ആ 3 മോഡലിനും ഒരേ റേറ്റ് തന്നെയാണ്. പിന്നെ മെറ്റീരിയലിൻ്റെ കാര്യം, നമ്മുടെ ഇവിടെ വരുന്ന എല്ലാ മെറ്റീരിയൽസും ഉണ്ട്. അതായത് വർദ്ധമാൻ, രാഹുൽ, ലാൽജിവാല, അങ്ങനെ എല്ലാ കമ്പനി മെറ്റീരിയൽ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ മെറ്റീരിയൽ ചെയ്തിട്ടുള്ളത്. ഇത് വേറെ അവിടെ നിന്ന് തയ്ച്ചു വന്ന ഐറ്റംസ് ഒന്നുമല്ല, നമ്മൾ തന്നെ തയ്പ്പിക്കുന്ന ഐറ്റംസ് ആട്ടോ. നമുക്ക് സ്റ്റാഫുണ്ട്, അപ്പോൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന ഐറ്റംസാണ്. അപ്പോൾ അതിനകത്ത് മെറ്റീരിയലിൻ്റെ കാര്യത്തിലോ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ആരും പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. പിന്നെ മാക്സിമം നമുക്ക് എന്ത് റേറ്റിൽ ചെയ്യാൻ പറ്റും, ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ 5 പീസ്, ഇത് 5 പീസ് അത് ഇല്ല. ഇത് നൈറ്റി 10 പീസ്, മെറ്റീരിയൽ 10 പീസ് എന്നാൽ മാത്രമാണ് ഹോൾസെയിലിൽ കിട്ടുള്ളൂ കേട്ടോ. അത് താഴെയൊന്നും ഹോൾസെയിലിൽ കിട്ടില്ല. പിന്നെ ഇത് റീറ്റെയിലും കിട്ടും. റീറ്റെയിൽ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊക്കെ എത്രയാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. റീറ്റെയിൽ വേണ്ട റീറ്റെയിൽ നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഈ കാണുന്നതാണ് യൂഷ്വലി നമ്മൾ സാധാരണ ചുരിദാർ കട്ട് എന്ന് പറയുന്ന ഐറ്റംസ്. ഇതിനകത്തൊക്കെ സിബ് ഉണ്ട് കേട്ടോ. സിബ് നല്ല ഹൈ ക്വാളിറ്റി സിബ് തന്നെയാണ് വെച്ചേക്കുന്നത്. കുറഞ്ഞ സാധനം അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിഷുവിൻ്റെ സീസണൊക്കെ ആയി തുടങ്ങി. അപ്പം ഒരുപാട് പേര് നൈറ്റിക്ക് വീണ്ടും കയറി വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ അത് കാരണം നമ്മൾ വീണ്ടും നൈറ്റി ചെയ്തത്. നൈറ്റിനെ കുറിച്ചുള്ള വീഡിയോ ഇനി അങ്ങോട്ടേക്ക് തുടർന്നുണ്ടാവാൻ ചാൻസ് ഇടയ്ക്കൊക്കെ വന്നു എന്ന് പറയാൻ പറ്റും. എന്നുവെച്ചാൽ മെറ്റീരിയലിൻ്റെ ഡിസൈൻ മാറി വരുന്ന പോലെ മെറ്റീരിയലിൻ്റെ തന്നെ വീഡിയോ ചെയ്യാൻ സമയം കിട്ടാറില്ല. അതൊക്കെ ചെറിയൊരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് അങ്ങ് ചെയ്ത് പോകുന്നുള്ളൂ. നമുക്ക് ഡെഡിക്കേറ്റഡ് ടീമൊന്നും ഇല്ല കേട്ടോ വീഡിയോ ചെയ്യാനൊന്നും. നമ്മുടെ ചെറിയ ഷോപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു മോഡലിനെ നമ്മുടെ ഇവിടെയൊക്കെ പറയണ മാനസി എന്നാണ്. മാനസി കട്ട് എന്നാണ് ഈ ഒരു മോഡലിനെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ് ഉണ്ടാവും, ഹുക്ക് കൊടുത്തിട്ടുള്ളൊരു ഓപ്പണിങ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ ഇതൊക്കെ ഹാഫ് സ്ലീവാണ്. ഇതിൻ്റെ തന്നെ 3/4 സ്ലീവിൻ്റെ നമുക്ക് വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ 3/4 സ്ലീവ് കിട്ടാണ്ട് ആരും വിഷമിക്കണ്ട, ഈക്വൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതിന് ഡിസൈൻസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നൈറ്റി ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു തരാം. അതൊക്കെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളങ്ങനെ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. നമുക്കത് ചെയ്തു തരാം. അപ്പോൾ അതിന് മിനിമം ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു ഡിസൈൻ ഇപ്പം സെറ്റ് വൈസാണ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു സൈസിന് അത് 10 പീസ് മിനിമം വേണം. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ഈ കാണിക്കുന്നത് ഒന്നുമല്ല കേട്ടോ നമ്മുടെ സ്റ്റോക്ക്. ഇതിൽ കൂടുതൽ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോസ് നമുക്ക് കിട്ടും. കാറ്റലോഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ എല്ലാം കൂടി വീഡിയോ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ മൊത്തം കളക്ഷൻ വീഡിയോ കാണിക്കാതെ പോകുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തീർന്ന പോലെ പ്രശ്നമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ച് കയറും. അത്യാവശ്യം ഇങ്ങനെ തയ്ച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതെ, ഈ കാണിക്കുന്നത് മുതലുള്ളതാണ് നമ്മുടെ 3/4 ഹാൻഡ് ഐറ്റംസ് കേട്ടോ. ഇതും ചുരിദാർ കട്ടിൽ വരുന്ന ഐറ്റംസാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര മൂവിങ് ഉണ്ടോ ഇങ്ങനത്തെ ഒരു സ്ക്വയർ വി എന്ന് പറയുന്ന നെക്കിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് മിക്സ് മാച്ചിൽ ചെയ്തെടുത്തത്. മിക്സ് മാച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇതിന് ഏകദേശം നമുക്കൊരു വിട്ത് വന്നത് ഒരു 50-52 ഇഞ്ചിൻ്റെ ഇടയ്ക്കാട്ടോ. 51.5 ഇഞ്ചൊക്കെ എന്തായാലും ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു ഇത് പറയുന്നത് വെച്ചാൽ 50-52 എന്നുള്ള ഒരു ഇതിനകത്താണ് നമ്മൾ പറയുന്നുള്ളൂ. ഇൻ ബിറ്റ്വീനാണ് നമ്മളിട്ട് പറയുന്നുള്ളൂ. കറക്റ്റ് എക്സാക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്തൊക്കെ മെറ്റീരിയലിൻ്റെ തന്നെ മെഷർമെൻറ്റിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ 320ൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ജോയിൻ്റ് ഉണ്ടാവില്ല. ഈ കാണിക്കുന്നത് ജോയിൻ്റുള്ള റൈറ്റാണ്. ഈ ഡിസൈൻ എങ്ങനെയാണെന്ന് മിക്കവർക്കും നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാം. പക്ഷേ അപ്പോൾ ഇതിനകത്ത് നല്ലൊരു ഭംഗിക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കൈക്ക് ജോയിൻ്റ് കൊടുക്കേണ്ടി വരും. പക്ഷേ ബാക്കിയുള്ള മെറ്റീരിയൽസിന് ഒന്നിനും അല്ലെങ്കിൽ നൈറ്റിയിൽ ഒന്നിലും ജോയിൻ്റ് ഉണ്ടാവില്ല. ജോയിൻ്റ് ഇല്ലാതെയുള്ള 3/4 ആണ് നമ്മുടെ. അതിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ്. ഇതും GST എല്ലാം ഉൾപ്പെടെയുള്ള റേറ്റ് ആയിട്ടോ നമ്മൾ ഈ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ 3/4 ആണ്. ഇതിൻ്റെ ഒക്കെ റേറ്റാണ് പറഞ്ഞത് 200 രൂപ. GST എല്ലാം ഉൾപ്പെടെയുള്ള റേറ്റാണത്.
ഒരു ഐറ്റം ചെയ്യുമ്പോൾ അതിൻ്റെ എന്താ പറയുക നല്ല രീതിക്ക് തന്നെ ചെയ്തെടുക്കണം എന്നുള്ളൊരു പോളിസി, അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് നമുക്ക് വിപണിയിലേക്ക് കൊടുക്കണം എന്നുള്ളൊരു പോളിസി നമുക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ കുറഞ്ഞ റേറ്റിൻ്റെ മെറ്റീരിയൽ പോലും ചെയ്യാത്തത്. നമുക്ക് ആ ഒറ്റ ഗ്രേഡിൻ്റെ മെറ്റീരിയലാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ. മുമ്പൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയണമെന്നില്ല. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ 2-3 കൊല്ലമായിട്ട് നമ്മുടെ ആ ഒരു പോളിസിയിൽ സ്ട്രിക്റ്റായിട്ട് കീപ്പപ്പ് ചെയ്യണം. അതുകൊണ്ടാണ്. അപ്പോൾ ഈ കാണിക്കുന്ന 320-ഒന്നും ജോയിൻ്റ് ഉണ്ടാവില്ല കയ്യിൽ. 320 എന്നല്ല കേട്ടോ, 3/4 ഹാൻഡിൻ്റെ ഐറ്റംസിനൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ 320 മെറ്റീരിയലും കൊണ്ട് ചെയ്തേക്കുന്ന ഐറ്റംസാണ് ഇതെല്ലാം. അത് കാരണം നമ്മൾ ജോയിൻറ്റ് വയ്ക്കാറില്ല, അതിൻ്റെ ആവശ്യം വരാറില്ല. പിന്നെ 290 മെറ്റീരിയൽ കൊണ്ട് ചെയ്യുമ്പോൾ മാത്രമാണ് 3/4 ഹാൻഡ് നൈറ്റീസിന് ജോയിൻറ്റ് വരുന്നത്. അത് നമ്മളിട്ട് ചെയ്യണമില്ല കേട്ടോ. അതെങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തരാം. പക്ഷേ നമ്മളിപ്പോൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഇപ്പോൾ ഈ ഒറ്റ കളറായിട്ട് തോന്നുന്ന ഐറ്റമാണ് നമ്മൾ നേരെ നിവർത്തി കാണിച്ചത് കേട്ടോ. അതിൻ്റെ സൈഡിലാണ് ഡിസൈൻ വരുന്നത്. അപ്പോൾ മടക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ ഡിസൈൻസ് ആർക്കും അങ്ങനെ പെട്ടെന്ന് ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് നമ്മളത് ഒരെണ്ണം വിടർത്തി കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇത് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ 3/4 ഹാൻഡ് 5 പീസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, മറ്റേത് 5 പീസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതിനൊന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മുടെ റെക്കമെൻഡേഷൻ എപ്പോഴും നിങ്ങളൊരു 20ൻ്റെ മുകളിൽ അല്ലെങ്കിൽ 25ൻ്റെ മുകളിലൊക്കെ എടുക്കുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങൾ കാണിക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഒരു 10 പീസ് കൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ 1-2 പേര് എടുത്തുമ്പോഴത്തേക്കും പിന്നെ 5 പീസ്, അപ്പോൾ അടുത്തൊരാൾ വരുമ്പോഴത്തേക്കും അയ്യോ 5 ഉള്ളോ എന്ന് ചോദിക്കും. ആ ഒരു ചോദ്യം ഒഴിവാക്കി എടുക്കാം. നിങ്ങൾ അത്യാവശ്യം 25 പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സെയിലും നടക്കും. എന്താ പറയുക, റിട്ടേൺ ബാക്ക് എന്നുള്ള ഒരു ഇത് കുറച്ച് എണ്ണമാണ് ആവുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കുക എന്നുള്ളൊരു ഇതിനകത്ത് നമ്മൾ പറയുന്നത്. പിന്നെ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അതിൻ്റേതായ എക്സ്പെൻസസ് കുറയുകയാണ്. അതായത് നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുമ്പോൾ ട്രാൻസ്പോർട്ട് എക്സ്പെൻസ് വളരെ, അതായത് കൊറിയർ പാഴ്സൽ അങ്ങനെയുള്ള എക്സ്പെൻസ് എല്ലാം കുറഞ്ഞ് കിട്ടും. അതുകൊണ്ടാണ് ആ കാര്യം നമ്മൾ ഒന്നുകൂടി എടുത്ത് പറയുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഈ മെറ്റീരിയൽസൊക്കെ നമുക്ക് വന്നു പോയ മെറ്റീരിയൽസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അതിനകത്ത് ഡിസൈൻസ് കിട്ടും, അതിനകത്ത് ഓർഡർ ചെയ്താൽ മതി കേട്ടോ. ഇത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാനസികട്ട് എന്ന് പറയുന്നതിനകത്ത് 3/4 ഹാൻഡ് കേട്ടോ. ഇതും 3/4 ഹാൻഡാണ്. പിന്നെ സെപ്പറേറ്റ് തന്നെ ഫോട്ടോ ഇടും കേട്ടോ. ആർക്കും ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ആവേണ്ടി വരില്ല. സെപ്പറേറ്റ് തന്നെ എല്ലാത്തിൻ്റെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും. സോ എല്ലാ ഐറ്റംസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോയൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെന്താ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയിക്കുക. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് ചെയ്യുക, നമ്മുടെ അടുത്ത് പറയുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ അടുത്ത ദിവസത്തേക്ക് ഇനി പുതിയൊരു കളക്ഷൻസും വെറൈറ്റി എന്താണ് ഐറ്റം ഉള്ളത് അതൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.